വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY ഇയറിങ്സുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തേത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്ത ഈ ഇയറിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പം നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ആട്ടോ. അപ്പോൾ നമ്മൾ കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ടി നമുക്ക് ആ ഒരു കമ്മലിന് വരുന്നതായിരിക്കും. ബേസായിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു കാർഡ്ബോർഡാണ്. പിന്നെ ഇതുപോലെ നീഡിലും പശയും, എൻ്റെ പശയൊക്കെ ഒരു വല്ലാത്തൊരു ഷേപ്പിലിരിക്കുക കേട്ടോ. അപ്പം പിന്നെ കുറച്ച് ത്രെഡും പ്ലെയിനായിട്ടുള്ളൊരു തുണിയും നമുക്ക് മതി. അപ്പം ഞാൻ 2 ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്ത, അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. ഞാൻ ട്രയാങ്കിളിൽ ഷേപ്പിൽ കാർഡ്ബോർഡ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എംബ്രോയ്ഡറി റിങ്ങിൽ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് സെലോ ടേപ്പിൻ്റെ ആ ഒരു ഇത് വെച്ച് റൗണ്ട് വട്ടം വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയില്ല, പെയിൻറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനും എംബ്രോയ്ഡറി ചെയ്യാനും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലൊരു ഡിസൈനുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത് ജസ്റ്റ് ആ കാർഡ്ബോർഡിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ക്രോസ് പോലൊരു ജസ്റ്റ് ഒരു പൂവിൻ്റെ ഒരു ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിലുള്ള ഇപ്പം നമുക്ക് നമ്മൾ ഏത് ഡ്രസ്സാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഡ്രസ്സിൻ്റെ ക്ലോത്തിലുള്ള ഡിസൈനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എംബ്രോയ്ഡറിയുടെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ പാടായിട്ടുള്ള സ്റ്റിച്ചസ് ഒന്നുമല്ല ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ റെഡ് കളറിലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ആ തണ്ടും അതുപോലെ തന്നെ ആ ഒരു ലീഫും ഒക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഡിസൈൻസ് ഉള്ള ക്ലോത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തയ്ക്കാനൊക്കെ കൊടുക്കുമ്പോൾ അവിടെ കട്ട് പീസൊക്കെ വരില്ല. ആ കട്ട് പീസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇതുപോലെ വെയിറ്റ് കുറവായിട്ടുള്ള ഇയറിങ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് സത്യം പറഞ്ഞാൽ അധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ ഇയറിങ്സ് നമ്മൾ കാർഡ്ബോർഡല്ല യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിസൈൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് റൗണ്ടിലൊന്ന് വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ആ കാർഡ്ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ പശയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫാബ്രിക് ഒട്ടിക്കുന്ന ഫെവിക്രിലിൻ്റെ ആ ഒരു പശയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ ക്ലോത്ത് വേണം നമ്മളിതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റ് ക്ലോത്തുകളൊക്കെ ആണെങ്കിൽ ഒട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ കെട്ടിട്ട് വേണം നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിലും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ട്രയാങ്കിൾ ആ ഷേപ്പിലോട്ട് ഞാൻ ഫെവി ബോണ്ടിൻ്റെ ആ പശ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പശയുടെ ഷേപ്പൊക്കെ ഒരു വേറെ ഇതായി, പശയൊക്കെ തീർന്നിരിക്കണം. എല്ലാ സാധനങ്ങളും ഇനി ആദ്യം മുതൽ എല്ലാ സാധനങ്ങളും ഇനി വാങ്ങിക്കണം സത്യം പറഞ്ഞാൽ. പശ എല്ലാം തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ കുറേ സ്റ്റിച്ച് ചെയ്ത് ഒട്ടിച്ചൊക്കെ ഇങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു ഷാർപ്പായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിതൊന്ന് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വശവും കൂടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതൊരു ബാക്ക് വശം ജസ്റ്റ് ഒട്ടിച്ചില്ലെങ്കിൽ ജസ്റ്റ് എന്തോ ഒരു വൃത്തികേട് പോലെ നമുക്ക് ജസ്റ്റ് തോന്നും. അപ്പോൾ ബാക്ക് വശം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മളിത് അതിനെ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ജംറിങ്സ് വെച്ച് കൊളുത്തൂടെ വെക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കൊളുത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ആയിട്ടുള്ള ഇയറിങ്സൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഇയറിങ്സിൻ്റെ കൊളുത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൊളുത്തും കാര്യങ്ങളുമൊക്കെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കടകളിലൊക്കെ ക്രാഫ്റ്റ് ഷോപ്പിലും ജ്വല്ലറി
ഐറ്റംസ് ഉണ്ടാക്കുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു എന്താണ് ഒട്ടിച്ചതാണെന്നറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഊരിപ്പോരും അത്. ഇനി ഞാൻ നമുക്ക് കത്രികയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആരി വർക്ക് ചെയ്യുന്ന ഒരു നീഡിലാണ് എടുത്തിരിക്കുന്നത്. ആ നീഡിലെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് റിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് ആണിത്. അപ്പം ഞാൻ എൻ്റെ ഇയറിങ്സ് വെക്കുന്ന ആ ഒരു ഇതിലോട്ട് കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീഡിൽ വെച്ചൊന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെ ആ 2 റിങ്സ്, ആ ജെം റിങ്സ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും മുത്തുകളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മുത്തുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇയറിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇയറിങ്സാണ്, ഫാഷനബിൾ ഇയറിങ്സാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു, ലാസ്റ്റ് വരെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.